ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കലയുടെ രാഷ്ട്രീയം. ഈ അടുത്ത കാലത്തായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം ശക്തിപ്പെട്ടിട്ടുണ്ട്. നാടകമായാലും സിനിമയായാലും നൃത്ത ഇനങ്ങളായാലും മതതിട്ടൂരങ്ങളുടെ കരിനിഴലിലാണ്. ജോബ് മഠത്തിൽ സംവിധാനം ചെയ്ത കക്കുകളി എന്ന നാടകത്തിനെതിരെ കത്തോലിക്ക സഭ രംഗത്തു വന്നതോടെ ഇതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ചർച്ചയിലേക്ക് കടന്നു. കക്കുകളി നാടകവും അതിന്റെ വിവാദങ്ങളെയും കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് അന്വേഷിക്കുന്നത്. ഇരുപുറം മണ്ണി അണ്ണി നിന്നു ദാസരും ഇരുപുറം മണ്ണി അണ്ണി നിന്നു ദാസരും. പ്രശസ്ത യുവ സാഹിത്യകാരൻ ഫ്രാൻസിസ് നെറോണയുടെ കക്കുകളി എന്ന ചെറുകഥയുടെ സ്വതന്ത്ര നാടകാന്വേഷണം. നാടകം കക്കുകളി. ഇവർ മഹിമയേറുന്ന തിരുമേനിയെ ഇവർ വാഴ്ത്തുന്നു. ഒരു വർഷം മുമ്പാണ് ജോബ് മഠത്തിൽ സംവിധാനം ചെയ്ത കക്കുകളി തട്ടിൽ കയറിയത്. ഇതിനകം 13 വേദികളിൽ തിരശിലയ്ക്കകത്തോ പുറത്തോ വിവാദങ്ങളുടെ കാറ്റു വീശിയിരുന്നില്ല. തൃശൂരിൽ നടന്ന അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിലും കക്കുകളി ഉണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കക്കുകളി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ തൃശൂർ അതിരൂപതയാണ് ആദ്യമായി പ്രതിഷേധവുമായി എത്തിയത്. വടകര എടച്ചേരിയിലെ പ്രദർശനത്തിനെതിരെ താമരശ്ശേരി രൂപതയും പ്രതിഷേധങ്ങളുടെ കൊടുങ്കാറ്റഴിച്ചുവിട്ടു. ഒരു വർഷം മുമ്പ് തട്ടിൽ കയറിയ നാടകത്തിനെതിരെ ഇപ്പോഴുള്ള പ്രതിഷേധത്തിന്റെ കാരണമെന്താണ്? സഭയ്ക്ക് കൃത്യമായൊരു ഉത്തരമില്ല. എങ്കിലും പറയുന്നതിങ്ങനെയാണ്. കഥയിലില്ലാത്ത ചില കൂട്ടിച്ചേർക്കലുകൾ നാടകത്തിലുണ്ട്. സന്യാസി സമൂഹത്തെയും കത്തോലിക്ക സഭയെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് ഈ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളെന്ന വിശദീകരണമാണ് സഭയുടേത്. ഒരു വ്യക്തി എഴുതുന്ന കഥയെ ആ കഥയിൽ വൃത്തികേടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കറക്റ്റ് ചെയ്യപ്പെടണം. അതിനപ്പുറത്തേക്ക് കടന്ന് ആ കഥയിൽ മോശമായ കാര്യങ്ങൾ കുത്തിത്തിരികി നാടകരൂപത്തിലാക്കി ആ കഥയെ അടിസ്ഥാനമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ പറയുന്ന സമൂഹത്തെ അവഹേളിക്കുന്ന ഒരു നാടകമായി ഇത് മാറിയിരിക്കുകയാണ്. എന്താണെന്ന് അവളെ മഠത്തിൽ പോകുകയാണ്. എന്റെ കൊച്ചു മഠത്തിൽ പോകുകയാണോ? കറമ്പനൊരു പെങ്ങളുണ്ടായിരുന്നല്ല, ഇവക്കടെ ചൂച്ച് സിറ്റർ ദൈവമേളിയും കിട്ടി മഠത്തിലാട്ട് പോയതാ. എന്നിട്ട് എന്തായി? കറമ്പന്റെ ചോന്ന കൊടി പുതപ്പിച്ച ശരീരം കാണാൻ വന്നതിനാണ് ഇവരൊക്കെ കൂടി മടത്തിന്ന് പുറത്താക്കിയത്. നരച്ച തിരുവത്രോട്ടോട്ട് കടപ്പുറത്തോട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണല്ലാർന്ന ഒടുക്കം ചുമച്ചും കുറച്ചും ചോരയും ഛർദിച്ചേ പാർട്ടി ഓഫീസിന് മുന്നിൽ ചത്ത് വരച്ച് കിടക്കണത് ഇന്നലത്തെ പോലെ ഓർക്കണേന്ന്. ചൂണ്ടക്കൊളുത്തുമേൽ എരേനെ കോർക്കണ മാതിരിയാണ് കേട്ടാ ദൈവവിളിയുടെ അന്നം. പിള്ളേരത് രുചിച്ച് വീണാലുണ്ടല്ല മീനെപ്പോലെയാണ് പിടിച്ചാക്കിട്ടിങ്ങനെ എന്നെ വഴ നോക്കി നിൽക്കണ. ക്രൈസ്തവ വിരുദ്ധമായൊന്നും കക്കുകളിയിലില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നാടകത്തിന്റെ അണിയറ ശില്പികൾ. ഫ്രാൻസിസ് നെറോണയുടെ ചെറുകഥയായ കക്കുകളിക്ക് നാടകാവിഷ്കാരം നൽകുന്നതിനപ്പുറം കൂട്ടിച്ചേർക്കലുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളതെന്ന ചോദ്യത്തിന് ജോബ് മഠത്തിലിന് കൃത്യമായ മറുപടിയുണ്ട്.
കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്ന് തിരിച്ചു പോകുന്ന സ്ത്രീകളെ പറ്റിയിട്ട്, കന്യാസ്ത്രീ മഠങ്ങളിൽ എത്തുന്ന സ്ത്രീകളെ പറ്റിയിട്ട്, അതിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പരിഗണന എന്തുമാത്രമുണ്ട്. ഇത്തരം വിഷയങ്ങളാണ് നാടകം ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ മതത്തെ അവഗണിക്കും. കാരണം വിശ്വാസത്തെയും ബൈബിളിനെയും ക്രൈസ്റ്റിനെയും ചേർത്ത് പിടിച്ചിട്ടുള്ള നാടകമാണ്. ആ നാടകത്തെ അങ്ങനെ കാണാൻ ശ്രമിക്കണം, ദയവ് ചെയ്ത് അങ്ങനെ കാണാൻ ശ്രമിക്കണമെന്ന് തന്നെയാണ് വിനയപൂർവ്വം പ്രതിഷേധക്കാരോട് നമുക്ക് പറയാനുള്ളത്. 2014 മുതലുള്ള രചനകൾ മുൻനിർത്തി യുവകഥാകൃത്ത് ഫ്രാൻസിസ് നെറോണ തൊട്ടപ്പൻ എന്ന ചെറുകഥാ സമാഹാരമിറക്കി. അതിലുള്ളൊരു ചെറുകഥയാണ് കക്കുകളി. 2019 ഫ്രാൻസിസ് നെറോണയ്ക്ക് KCBC പുരസ്കാരവും നൽകി. പുരസ്കാരത്തിനൊപ്പം നൽകിയ പ്രശസ്തി പത്രത്തിൽ കക്കുകളിയിലെ വാക്യവും പരാമർശിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇത് ക്രൈസ്തവ വിരുദ്ധമായി? അതായത് സമർപ്പിതരെ വ്യഭിചാരികളും സ്വവർഗഭോഗികളും ഒക്കെ ആയിട്ടാണ് അതിൽ ചിത്രീകരിക്കുന്നത്. അതായത് ഒരു സമർപ്പിത ജീവിതത്തിലേക്ക്, ഞങ്ങൾ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരും ഞങ്ങളുടെ പൂർണ്ണമായ മനസ്സോടും സമ്മതത്തോടും കൂടിയാണ്. ആരും ഞങ്ങളെ ഉന്തിത്തള്ളി വിടുന്നതല്ല. അങ്ങനെയുള്ള രീതിയിലുള്ള ചിത്രീകരണങ്ങളൊക്കെയാണ് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ തീരദേശത്തെ നിർധന കുടുംബത്തിൽ ജനിച്ച നതാലിയ മഠത്തിൽ ചേരുന്നതും തുടർന്ന് അനുഭവിക്കേണ്ടി വരുന്ന യാതനകളുമാണ് കക്കുകളിയുടെ പ്രമേയം. 1980കളുടെ കഥ. സംസാരിക്കാൻ പാടില്ല, അത് പാടില്ല, ഒച്ചടിക്കാൻ പാടില്ല, ഭർത്താവ് പറയാൻ പാടില്ല, ശ്വാസം വിടാൻ പാടില്ല. ഇതാണ് ഭർത്താവിന്റെ ആലയം. നെഞ്ചു തള്ളിപ്പിടിച്ച് നടക്കുന്നതും ഉറക്കെ സംസാരിക്കുന്നതും വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ മഠത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് നതാലിയയെ മുതിർന്ന കന്യാസ്ത്രീകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അതൊക്കെയും അവന്റെ പരീക്ഷണങ്ങളായി കരുതിയാൽ മതി. അയ്യാ, എന്റെ ഈശോന്റെ പരീക്ഷണമേ ഇങ്ങനെയൊന്നുമല്ല. മദർമാരെ, കർത്താവിന്റെ മാലാഖമാര്, അവരെ നമ്മൾ അനുസരിക്കണം, ബഹുമാനിക്കണം. അവർ പറയുന്നതിനാൽ ഭദ്രതയോടെ കേൾക്കണം. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും വേണം. അതിച്ചിരി പാടായിരിക്കും. ഞാനേ എന്തുണ്ടെങ്കിലും ഓത്താട്ടോന്നി പറയും. അതിപ്പോ സ്വന്തം തന്തയാണ്. കക്കു കളിച്ചു നടന്നൊരു 17കാരി പൊരുത്തപ്പെടാനാകാത്ത സാഹചര്യങ്ങളോട് അങ്ങനെ കലഹിക്കുന്നു. നീ കന്യാസ്ത്രീയോ കമ്മ്യൂണിസ്റ്റോ എന്ന് കൂടെയുള്ള സിസ്റ്റർ നതാലിയയോട് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. ജീവിതത്തിന്റെ സ്വാതന്ത്ര്യബോധം അനുഭവിച്ചു വന്ന നതാലിയ ഇതെല്ലാം കുടഞ്ഞെറിഞ്ഞ് പ്രതികരിക്കുന്നു. കന്യാസ്ത്രീ മഠങ്ങൾ പോലും പുരുഷ കേന്ദ്രീകൃതമാണെന്ന് നാടകം പറയുന്നുണ്ട്. എത്ര വയസ്സായി? നിനക്ക് എത്ര വയസ്സായെന്ന്? 17. സ്വപ്നങ്ങൾ പൂക്കുന്ന പ്രായം, വിശ്വാസങ്ങളിൽ സുഗന്ധം നിറയുന്ന പ്രായം, കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്യുന്ന പ്രായം. നീ നിൽക്കുന്നത് സ്വർഗത്തിലാണ്. നീ കേൾക്കുന്നതെല്ലാം അവന്റെ കൽപ്പനകളാണ്. ഈ പ്രതിഷേധിക്കാനുള്ള അവരുടെ അവകാശത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യമല്ലേ, അവർ പ്രതിഷേധിക്കാനുള്ള അവർക്ക് അവകാശമുണ്ട്. പക്ഷേ എന്താണ് കാര്യമെന്ന് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണോ ഇവർ പ്രതികരിക്കുന്നൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. കാരണം ഈ ഞങ്ങൾ നേരത്തെ പലതവണ പറഞ്ഞതാണ്, ഈ കഥയ്ക്ക്, ഈ നാടകത്തിന് ആധാരമായ കഥയ്ക്ക് KCBC 2019 അവാർഡ് നൽകിയതാണ്. ഒരു വർഷമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകം ഇപ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി ഒരു വിവാദമുണ്ടാവുകയാണ്. അത് സ്വാഭാവികമായി വിശ്വാസികളുടെ നിന്നും കെട്ടി ഉയർന്നു വന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന് പിന്നിൽ ചില താല്പര്യങ്ങളുള്ള വ്യക്തികളുടെയോ കൂട്ടങ്ങളുടെയോ ചില താല്പര്യങ്ങളുള്ള ഞങ്ങൾ വിശ്വസിക്കുകയാണ്.
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. 14ാമത്തെ വേദിയിലാണ് ഇങ്ങനെ വിവാദം ഉണ്ടാകുന്നത്. 13 വേദിയിലും ഉണ്ടാവാത്തത് എങ്ങനെയാണ് 14ാമത്തെ വേദിയിൽ ഉണ്ടാകുന്നത്? ബൈബിളിനെയും ക്രിസ്തുവിനെയും നാടകം കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ടെന്ന് കക്കുകളിയുടെ അണിയറ പ്രവർത്തകർ പറയുന്നു. പുഴുക്കുത്തുകളെ വിമർശിക്കുന്ന നിലപാടിൽ മാറ്റവുമില്ല. നാടകം അവതരിപ്പിക്കുന്ന വേദിക്ക് സമീപം കത്തോലിക്ക സഭയുടെ പ്രതിഷേധങ്ങൾ തുടരുകയും ചെയ്യുന്നു. ഈ നാടകത്തിൽ പ്രത്യേകമായി എന്ത് കലാമൂല്യമാണ് മുൻപോട്ട് വയ്ക്കുക? നേരെ മറിച്ച് ക്രൈസ്തവ സന്യാസിനികളെ അധിക്ഷേപിക്കുകയും അവരുടെ സേവനങ്ങളെ പൊതുസമൂഹമധ്യേ ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു സമീപന രീതി ഇതിൽ നിഴലിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് സഭ ഈ കാര്യത്തിൽ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഫ്രാൻസിസ് നെറോണയുടെ ചെറുകഥകളെ തള്ളിപ്പറയുന്നില്ല. പക്ഷേ ജോബ് മഠത്തിലിന്റെ നാടകത്തെയാണ് അംഗീകരിക്കാൻ കഴിയാത്തത്. ഈ നിലപാടിൽ നിന്ന് അണുവിട ചലിക്കാൻ സഭ തയ്യാറല്ലെന്ന് ചുരുക്കം. നാടകം നിരോധിക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാടിലാണ് സർക്കാർ. ഇത് വിലക്കണ്ട ഞങ്ങൾക്ക് തന്നെ വിലക്കാൻ പറ്റുന്നു. ഇതെല്ലാം പൗരസ്വാതന്ത്ര്യമല്ലേ, നിയമം നിൽക്കുകയല്ലേ, വിലക്കല്ലല്ലോ. ഇത് മാന്യതയുടെ പ്രശ്നമല്ലേ. ഇതൊന്നും ആവശ്യമില്ലാത്തതാണെങ്കിൽ ജനങ്ങൾ അങ്ങ് ബഹിഷ്കരിച്ചേക്കണം. പ്രശ്നം തീർന്നു. കക്കുകളിയും കത്തോലിക്ക സഭയും വിരുദ്ധ ധ്രുവങ്ങളിലായതിന്റെ രാഷ്ട്രീയമെന്താണ്? മതവിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയായി മാത്രം ഇതിനെ കാണാൻ കഴിയുമോ? ആവിഷ്കാര സ്വാതന്ത്ര്യം സെലക്റ്റീവ് ആവുന്ന കാലത്ത് എല്ലാ വിവാദങ്ങൾക്കു പിന്നിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. എന്റെ വാസു സഭ എന്നും ഈ പാവങ്ങളുടെ കൂടിയാ. ഈ ജയിക്കനെന്താ പാവല്ലേ? ഇവന്റെ കൂടുതൽ പഠിച്ചു കളഞ്ഞപ്പോ അച്ഛനും പള്ളിയൊക്കെ എവിടെ പോയി കിടക്കായിരുന്നു? അച്ഛൻ പരിമലപ്പള്ളിയിൽ പെരുന്നാൾ ഉണ്ടാക്കാൻ പോയേക്കണായിരുന്നു. പുന്നപ്ര പറവൂർ പബ്ലിക് ലൈബ്രറി നെയ്തൽ നാടക സംഘമാണ് കക്കുകളിയുടെ അണിയറ ശില്പികൾ. ചരിത്രത്തെ പോലും അപനിർമ്മിക്കപ്പെടുന്ന കാലത്ത് നാടകവും സിനിമയുമൊക്കെ മൂലകഥയെ അതേപടി പകർത്തണമെന്ന് പറയുന്നതിന്റെ പ്രായോഗികത കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സമീപകാലത്തിറങ്ങിയ സിനിമകൾ പലതും വിവാദമായതിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കണം. വിവാദങ്ങൾക്ക് പിന്നിലെല്ലാം മതവാദവും വിശ്വാസ പ്രശ്നങ്ങളുമായിരുന്നു കാരണം. നാടകം ഒരു കീഴാളപക്ഷ ഒരു പെൺകുട്ടിയുടെ തീരദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി മഠത്തിലെത്തുന്നതും ഒരു അതിജീവനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നാടകം ചർച്ച ചെയ്യുന്നത്. അതിലെ മഠം എന്ന് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലുപരിയായിട്ട് മറ്റു പല വിഷയങ്ങളുമാണ് അതിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ധാരാളം സിനിമകൾ, ധാരാളം നാടകങ്ങൾ, പ്രസിദ്ധീകരണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിലൊന്നിനും തന്നെ ആക്ഷേപം പറയാതെ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു നാടകത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ അതിലെന്തോ പ്രത്യേകതയുണ്ടെന്ന് പൊതുസമൂഹം തിരിച്ചറിയണം. എല്ലാത്തിനും വിമർശനമല്ല, എല്ലാത്തിനെയും എഴുത്തി കാണിക്കുകയുമല്ല. എന്നാൽ ഒരു മതവിഭാഗത്തിന്റെ മതവികാരത്തെ പൂർണ്ണമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാടിന്റെ സമഗ്രതയ്ക്ക് നല്ലതല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഒ വി വിജയന്റെ വിഖ്യാത നോവൽ ഖസാക്കിന്റെ ഇതിഹാസം ദീപൻ ശിവരാമൻ നാടകമാക്കിയപ്പോൾ രവിയായിരുന്നില്ല കേന്ദ്ര കഥാപാത്രം. നോവൽ രവിക്കൊപ്പം സഞ്ചരിച്ചപ്പോൾ നാടകം നൈജാമലിയും കുപ്പുവച്ചനും മയമൂനയ്ക്കുമൊക്കെയായിരുന്നു പ്രാധാന്യം നൽകിയത്. കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഈ മാറ്റമെന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമുണ്ടായില്ല. കലയെന്നും സമൂഹത്തിൽ നവീകരണത്തിന് ശ്രമിക്കുന്ന ഒന്നാണ് നാടകം. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള നവീകരണത്തിനുള്ള ശ്രമം, ചില വിമർശനങ്ങൾ, ഈ സമൂഹത്തിന്റെ ചില പുഴുക്കുത്തുകളെ ഞങ്ങൾ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാവില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കാൻ, അരികുവൽക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ ഒരു കലാകാരന്മാരും കലയും എന്ന് ശ്രമിക്കുന്നതാണ്. അത്തരം ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ആളുകളെ അത് വേദനിപ്പിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അവർ സ്വയം തിരിച്ചറിയണം. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ നാടകം കാണുന്ന പൊതുസമൂഹം അതിനെ ഈ വസ്തുനിഷ്ഠപരമായി വിലയിരുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അതിനെ സംബന്ധിക്കുന്ന ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ വീണ്ടും ഈ 1 മാസത്തെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നാടകം അവതരിപ്പിക്കപ്പെടുമ്പോൾ വീണ്ടും ഇത് ചർച്ചയാവുന്നു.
ഇത് നല്ലൊരു സാംസ്കാരിക കേരളത്തിന്റെ സമൃദ്ധമായ ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി ഈ ഒരു ചർച്ചകളൊക്കെ ഇടയാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒന്ന് ഞങ്ങൾ പറയുന്നു, പ്രദർശിക്കാനുള്ള അവരുടെ അവകാശം പോലെ തന്നെ നാടകം കളിക്കാനും അത് കാണാനുമുള്ള ഈ നാടിന്റെ അവകാശത്തെയും അവർ അംഗീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിമർശിക്കുന്നതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. സന്യാസത്തെ ലൈംഗികവൽക്കരിച്ച് പൊതുസമൂഹത്തിന്റെ മുൻപിൽ അവഹേളിക്കുന്ന ഒരു പ്രവണത, അതുവഴി ഒരു മതവിഭാഗത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന ഏറ്റവും നീചമായ ഒരു പ്രവൃത്തി, അതിൽ കലാമൂല്യം കാണുന്നതിന് സാധിക്കുന്നില്ല. മതേതരത്വവും നിഷ്പക്ഷതയും ആവിഷ്കാര സ്വാതന്ത്ര്യവുമെല്ലാം സമസ്തമായ അതിന്റെ സമഗ്രതയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയേണ്ടുന്നതാണ് എന്ന വസ്തുതയാണ് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ വയ്ക്കുക. കക്കുകളി പ്രദർശിപ്പിക്കുന്നത് പ്രധാനമായും ഇടതുപക്ഷ പ്ലാറ്റ്ഫോമുകളിലാണ്. CPM-ഉം പോഷക സംഘടനകളുമാണ് സംഘാടകരിലധികവും. ഇതാണ് കത്തോലിക്ക സഭയെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ക്രൈസ്തവ സഭ BJP-യുമായി അടുക്കുന്നതിനെ ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ മുസ്ലിം സംഘടനകളിൽ നിന്ന് പ്രതിഷേധമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് കക്കുകളിക്കെതിരെയും പ്രതിഷേധം ശക്തമായത്. ദ കേരള സ്റ്റോറിയും കക്കുകളിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പുറത്തല്ലെന്നിരിക്കെ വിവാദങ്ങൾക്ക് ദ്വിമുഖങ്ങളുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം സെലക്റ്റീവാവുന്നെന്ന വിമർശനങ്ങൾക്കകത്തു നിന്ന് തെന്നി നീങ്ങാൻ ഈ സിനിമയ്ക്കും നാടകത്തിനും എത്രത്തോളം കഴിയും? കത്തോലിക്ക സഭയ്ക്ക് പറയാനുള്ളത് സർക്കാരിനോടാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞാണ് കക്കുകളി നാടകം ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറിയെക്കുറിച്ച് ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോഴത്തേക്കും ഇപ്പോൾ ഓൾറെഡി അതിനെതിരെ രാഷ്ട്രീയ പാർട്ടികളും സംവിധാനങ്ങളും എല്ലാം പുറകെ പോവുകയാണ്. അത് പാടില്ല, ഇവിടെ അത് വലിയ മനുഷ്യാവകാശ ധ്വംസനം ഉണ്ടാക്കുമെന്ന്. അതേസമയത്ത് 40,000-ലധികം വരുന്ന സന്യാസിനികളെ അപമാനിച്ച് റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ മോശമായി അവരുടെ സന്യാസ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു നാടകം തടയണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ മനുഷ്യാവകാശ ധ്വംസനം കാണാത്ത രാഷ്ട്രീയക്കാരും ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരുമുള്ളൊരു കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഇരട്ടത്താപ്പ് ഞങ്ങൾ ദർശിക്കുകയാണ്. അതിനെയാണ് ശക്തമായി ഞങ്ങൾ എതിർക്കുന്നത്. അതുപോലൊരു പൊട്ടലുണ്ടല്ല, ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഫ്രാൻസിസ് നെറോണയുടെ നതാലിയ സന്യാസി സമൂഹത്തിന്റെ പ്രതീകമല്ല, മറിച്ച് സാത്താന്റെ സന്തതിയാണെന്ന് സഭ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഫ്രാൻസിസ് നെറോണയുടെ ചെറുകഥയെ KCBC അംഗീകരിക്കുകയും ആശംസിക്കുകയും ചെയ്തതിനാൽ പ്രതിഷേധം ജോബ് മഠത്തിന് നേരെ തിരിക്കാനേ കഴിയുന്നുള്ളൂവെന്ന നിസ്സഹായതയും സഭയ്ക്കുണ്ട്. ചെറുകഥയുടെ നാടകാവിഷ്കാരം എന്നതിലേക്ക് ചുരുക്കാതെ ക്രൈസ്തവർക്കെതിരെയുള്ള ഇടതുപക്ഷ നീക്കമെന്ന പ്രചാരണ തന്ത്രമാണ് സഭ പയറ്റുന്നത്. കന്യാസ്ത്രീകളെ പരമാവധി തെരുവിലിറക്കിയുള്ള പരിപാടികൾ തന്നെയാണ് സഭ ലക്ഷ്യമിടുന്നത്. കന്യാസ്ത്രീകളും വിഷയത്തെ വൈകാരികമായി തന്നെ കാണുന്നു. ഇതൊരു സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നത്, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന സന്യസ്തരെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ നാടകത്തിലുടനീളം കാണുന്നത്. ഇതിനോട് ഞങ്ങൾക്ക് ശക്തമായി പ്രതിഷേധമുണ്ട്. ഞങ്ങൾ പ്രതികരിക്കില്ല എന്നറിഞ്ഞുകൊണ്ടല്ല ഇവരത് ഞങ്ങളോട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. കാരണം നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടും അതിനെല്ലാം ഹൈക്കോടതിയിൽ നിന്ന് അതെല്ലാം ഒഴിവാക്കി വീണ്ടും അത് പല സ്ഥലങ്ങളിലും കളിക്കാനായിട്ട് അനുവാദം കൊടുക്കുമ്പോൾ സമർപ്പിതര് ഇറങ്ങി പ്രതികരിക്കില്ല, അവർ ക്ഷമിക്കും, സഹിക്കും എന്നൊരു ഇതുള്ളത് കൊണ്ടാണല്ലോ അത് വീണ്ടും വീണ്ടും. പക്ഷെ ഞങ്ങളത് നിശ്ചിതമായിട്ട് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. പൊന്മണി മകുടേ ചലാച വിനാശക നിധി പാലക, പൊന്മണി മകുടേ ചലാച വിനാശക നിധി പാലക, പൊന്മണി മകുടേ ചലാച വിനാശക നിധി പാലക, കൺമഷങ്ങളകറ്റിയിൽ മഹിവാഴുവിൽ ജയമംഗളം, കൺമഷങ്ങളകറ്റിയിൽ മഹിവാഴുവിൽ ജയമംഗളം. യോജിക്കാനും വിയോജിക്കാനുമുള്ള അവകാശം കൂടിയാണ് ജനാധിപത്യം. സർഗാത്മകമായ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാനുള്ള അവകാശങ്ങളിൽ നിന്നാണ് കലയുടെ രാഷ്ട്രീയം രൂപപ്പെടുന്നത്. താൽപര്യങ്ങളും അജണ്ടകളും എല്ലാ കാലത്തും കലയിലും പ്രതിഷേധങ്ങളിലും നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഏതു വേണം ഏതു വേണ്ട എന്ന് തീരുമാനിക്കുന്ന അജണ്ടകളാണ് പൊളിയേണ്ടത്.
കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ജനാധിപത്യത്തെ ചൈതന്യവൽക്കരിക്കുന്നതിൽ കലകൾക്കും കലാകാരന്മാർക്കും നിസ്തുലമായ പങ്കുണ്ട്. മതവാദത്തിലൂന്നി എല്ലാത്തിനെയും എതിർക്കുകയും ചിലർക്കു വേണ്ടി മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വെള്ളം ചേർക്കുന്ന പ്രവണതയും പ്രബുദ്ധ സമൂഹം തള്ളുക തന്നെ വേണം. കേരള സ്റ്റോറി എന്ന സിനിമ, ആ സിനിമയും അതോടൊപ്പം ഒരു നാടകം ഉണ്ടായിരുന്ന കക്കുകളിയും രണ്ട് നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു മതങ്ങളെ അധിക്ഷേപിക്കാൻ പാടില്ല. ഇവിടെ കേരള സ്റ്റോറിയിൽ ഇല്ലാത്ത മതം മാറ്റമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നാടകത്തിൽ വർഷങ്ങളായി ഇന്ത്യയിലും ലോകത്തും സേവനം നടത്തുന്ന സന്യാസ സമൂഹത്തിനെ അടച്ചാക്ഷേപിക്കുന്നു എന്നാണ് അവരുടെ പരാതി. കാരണം ഞാൻ ഈ നാടകം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കക്കുകളി നാടകം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടവർ പറയുന്നു ഞങ്ങളെ അപമാനിക്കുകയാണെന്ന് ബിഷപ്പുമാർ ഉൾപ്പെടെ പറയുക. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും നിരോധിക്കണം. കെ കരുണാകരൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന നാടകം നിരോധിക്കുകയുണ്ടായി. കാരണം ക്രിസ്തു മതത്തിന് അപമാനിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട്. അന്ന് പിണറായി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ്. അപ്പം മതങ്ങളെ അധിക്ഷേപിക്കലല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം. അതുകൊണ്ട് 86-ൽ കെ കരുണാകരൻ സ്വീകരിച്ച നിലപാട് ഈ നാടകത്തിൻ്റെ കാര്യത്തിലും സിനിമയുടെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. ഈ സിനിമ കേരളത്തിൽ കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കേന്ദ്രത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉറച്ച ഈ രണ്ട് കാര്യത്തിൽ ഇവിടെ മുഖ്യമന്ത്രി രണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം നാടകം പലരും ബുക്ക് ചെയ്യുന്ന ഇടതുപക്ഷക്കാരാണ്. ഇപ്പോൾ ഇനി ഞാൻ എടച്ചേരി ഏത് CPM-ൻ്റെ ഉറച്ച പഞ്ചായത്താണ്. അവിടെ നാടകം കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി. അതുകൊണ്ട് ഇത് രണ്ട് നിരോധിച്ചുകൊണ്ട് കേരളത്തിൽ വർഗീയത കുത്തിവയ്ക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ഗവൺമെന്റ് തടയണം. എല്ലാ കലാരൂപങ്ങൾക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുമോ? തങ്ങൾക്ക് ഹിതമായത് മാത്രം മതിയെന്ന് ചിലരും തങ്ങൾക്ക് അഹിതമായത് വേണ്ട എന്ന് മറ്റു ചിലരും വാശി പിടിക്കുന്നു. സങ്കുചിത താൽപര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടതല്ല നാടകവും സിനിമയുമൊന്നും.